അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഗ്രൂപ്പിലൊക്കെ പലരും ദോശ ഉണ്ടാക്കിയിട്ട് പൊടിഞ്ഞു പോയി, മുറിഞ്ഞു പോയി എന്ന് പറയാം. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശയും കുറച്ച് മുറിയുന്നൊരു പരുവത്തിലായിരുന്നു. അപ്പോൾ മുറിയുന്നൊരു പരുവമില്ലാതെ നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാനും മറിച്ചിടാനൊക്കെ പറ്റുന്ന ഒരു ദോശ എങ്ങനെയാണെന്ന് ട്രൈ ചെയ്തു. അത് വിജയിച്ചു. അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാണ് കേട്ടോ. ഒരു 90 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇത് കടയിൽ നിന്ന് തന്നെ വാങ്ങുമ്പോൾ പൊടിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്തതാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മോരാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു കട്ടിയുള്ളൊരു ടൈപ്പ് മോരാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടി കുറഞ്ഞ മോരാണെങ്കിൽ തൈര് ചേർത്താൽ മതി. പിന്നെ 4 മുട്ടയുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ട്. പിഞ്ച് ബേക്കിംഗ് സോഡ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബദാം പൊടിച്ചെടുക്കാം. ഞാനിവിടെ ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. മുന്നേ ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ബദാം പൊടിച്ചെടുത്തിരുന്നു. വലിയ പീസസ് ഒന്നും ബാക്കിയാവില്ല, എല്ലാം ഒരേപോലെ പൊടിഞ്ഞു കിട്ടും. ഒരു മിക്സി ജാർ എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ അരികിലുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫ്ലാക്സ് സീഡ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലാക്സ് സീഡ് പൊടിച്ചത് അല്ല നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ശേഷം ബദാമും പൊടിച്ചെടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 4 മുട്ടയും അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നിങ്ങൾ തൈരാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് ഉടച്ചതിന് ശേഷം ഈ ഒരു മിക്സിങ് ടൈമിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഒരു പരുവത്തിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഞാനെടുത്ത മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 പേർക്ക് വേണ്ടിയിട്ടൊരു 2 തവി മോരേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചുട്ടെടുക്കാം. ഇതിങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ഇത് ഞങ്ങൾ ട്രഡീഷണലായിട്ട് ദോശ ഇടുന്നൊരു ദോശ പാനാട്ടാണ്. നീർദോശ ചൂടാൻ ഈ ഒരു പാനാണ് ഉഷാറായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു തവ എടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്കൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഒരു തവി മാവ് ഒഴിച്ചിട്ട് തവി കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നീർദോശയാണെങ്കിൽ അങ്ങ് ഒഴിച്ചു കൊടുത്ത പാടെ തന്നെ അങ്ങ് പരന്ന് കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല, കട്ടിയുള്ള മാവായതുകൊണ്ട് ഒന്ന് പരത്തി കൊടുക്കണം. ഇനി അടച്ചു വെച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ദോശയുടെ അരികൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ദോശ ഇങ്ങനെ മറിച്ചിടുമ്പോൾ മുറിഞ്ഞു പോകുന്നില്ല, പൊടിഞ്ഞു പോകുന്നില്ല. അടിഭാഗം അത്യാവശ്യം ഒന്ന് വേവായതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെയുള്ളൊരു നിറം വരും കേട്ടോ. നമ്മൾ മുട്ട ചേർത്തത് കൊണ്ട് ദോശ ഇടുമ്പോൾ അത്യാവശ്യം ഇതിങ്ങനെ ഒരു നിറത്തിലായി കിട്ടും. ഒരു 15 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. തവ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ദോശ കരിയുകയില്ല. നമ്മൾ ഉദ്ദേശിച്ചൊരു പാകത്തിന് വേവായി കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. ഇതങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നില്ല. നമുക്ക് മറിച്ചിടാനും പ്ലേറ്റിലേക്ക് മാറ്റാനൊക്കെ ധൈര്യമായിട്ട് ചെയ്യാം.
ഞാനിവിടെ അടുത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 7 ദോശയോളം ചുട്ടെടുക്കാൻ പറ്റി. ഇത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളൊരു ദോശപ്പാനാണ് കേട്ടോ. അപ്പോൾ 2 പേർക്ക് വേണ്ടി ഒരു നേരം കഴിക്കാൻ ഇത് ധാരാളമാണ്. നല്ലൊരു ഗോതമ്പ് ദോശയുടെ നിറമാണ് കേട്ടോ. എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി ഞാൻ കഴിക്കാനായിട്ട് എടുക്കാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാ ചട്നിയും പിന്നെ ചെറിയുള്ളി ചമ്മന്തിയാണ് എടുത്തത്. അപ്പോൾ രണ്ടും വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. രണ്ടിലും കുഴപ്പമില്ല. രണ്ടും കൂടെ മിക്സാക്കി കഴിച്ചതാണ് ഒന്നുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ദോശയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഒരാൾക്ക് വേണ്ടിയിട്ടൊരു 45 എണ്ണം ബദാമേ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊരു വലിയൊരു വലുപ്പമില്ല, ഒരു ചെറിയ സൈസിലുള്ള ബദാം. ദോശ കണ്ടില്ലേ, ഞാൻ മുറിച്ചെടുക്കുമ്പം നമ്മൾ സാധാ ഒരു ദോശ മുറിച്ചെടുക്കുന്ന ഒരു പരുവത്തിലാണ് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ പെട്ടെന്ന് കീറിപ്പോവുകയോ ഒടിഞ്ഞു പോവുകയോ ഒന്നുമില്ല. അപ്പോൾ അതായിരുന്നു ഈ ഒരു ദോശയുടെ ഉത്ഭവത്തിൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ ലാവിഷായിട്ട് ദോശ പുട്ട് അങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിരിക്കാം. പക്ഷേ വല്ലപ്പോഴൊക്കെ ഒരു മടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.